വാളക്കുളം അതിവിശാലമായി കിടക്കുന്ന ഭൂപ്രദേശം. പൂക്കിപ്പറമ്പും കോഴിച്ചെനയും വെന്നിയൂരും പുതുപ്പറമ്പുമെല്ലാം ഈ ഗ്രാമസംസ്കൃതിയുടെ ഭാഗമാണ്. പച്ച പരവതാനി വിരിച്ചു കിടക്കുന്ന വയലിലകൾക്ക് അക്കരെയും ഇക്കരെയുമാണ് വാളക്കുളം എന്ന ദേശത്തിന്റെ വിസ്തൃതി. ചന്തം ചാർത്തി കുണുങ്ങിയൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ വശ്യ സൗന്ദര്യവും ഈ നാടിന് സ്വന്തം. വാളക്കുളത്തിന്റെ ഹൃദയമാണ് പുതുപ്പറമ്പ്. ഈ നാടിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ മഹിമയും പേറി തലയെടുപ്പോടെ നിൽക്കുന്നു വാളക്കുളം പുതുപ്പറമ്പ് ജുമാ മസ്ജിദ്. 25,000 ചതുരശ്ര അടിയിൽ അതിമനോഹരമായ രീതിയിൽ പുനർനിർമ്മിച്ച മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ല ജുമാ മസ്ജിദായി മാറി മറ്റൊരു ചരിത്രവും ഈ ആരാധനാലയം രചിച്ചു. പുതുക്കി പണിത ഈ പള്ളിക്ക് 200 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് പഴമക്കാരുടെ പക്ഷം. പണ്ഡിതവര്യനായ താനൂർ അബ്ദുറഹിമാൻ ഷെയ്ഖാണ് ശിലയിട്ടത്. വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാരെ വിവരം അറിയിക്കുവാൻ തീരുമാനിച്ചപ്പോൾ പാങ്ങിൽ ഉസ്താദ് ആദ്യം എത്തിയത് പുതുപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന തന്റെ ഗുരുവായ അശൈഖുൽ കബീർ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അടുത്തേക്കായിരുന്നു. സമസ്ത എന്ന ആശയം ഹൃദയപൂർവ്വം സ്വീകരിച്ച അദ്ദേഹം അനാരോഗ്യ കാരണങ്ങളാൽ നേതൃസ്ഥാനത്തേക്ക് വരാതെ തന്റെ മകൻ അബ്ദുൽ ബാരിയെ സമസ്തയ്ക്കായി നൽകുകയാണുണ്ടായത്. അങ്ങനെ പ്രഥമ സമസ്തയുടെ ഉപാധ്യക്ഷനും പിന്നീട് പാങ്ങിൽ ഉസ്താദിനു ശേഷം സമസ്തയുടെ അധ്യക്ഷ പദവിയിൽ എത്തിയപ്പോൾ വാളക്കുളം പുതുപ്പറമ്പ് എന്ന ഗ്രാമം സമസ്തയുടെ ആസ്ഥാനമായി മാറുകയാണ് ഉണ്ടായത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് വിമുഖത കാണിച്ചിരുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഭൗതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സ്വന്തം സ്ഥലത്ത് തന്നെ സ്കൂൾ തുടങ്ങിയ മഹാൻ ഈ നാടിന്റെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഉത്തേജനം നൽകി. ഇന്ന് മലപ്പുറം ജില്ലയിലെ അഭിമാനമായി മാറി പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇക്കഴിഞ്ഞ 2016 SSLC പരീക്ഷയിൽ 100% വിജയം നേടിയത് ആ മഹാന്റെ പുണ്യം കൊണ്ടാണെന്നതിൽ സംശയമില്ല. 1951 സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചത് ഇവിടെ വെച്ചാണ്. സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത 10,000-ഓളം മദ്രസകളിൽ ആദ്യത്തേത് ഈ പള്ളിക്ക് പരിധിയിലുള്ള ബയാനുൽ ഇസ്ലാം മദ്രസയാണ്. സമസ്തയുടെ ആദ്യ അച്ചടിശാലയായ അൽ ബയാൻ ഈ പള്ളിയുടെ പരിധിയിലായിരുന്നു. സമസ്തയുടെ യുവജന സംഘം SYS ആദ്യ യൂണിറ്റ് പുതുപ്പറമ്പിൽ നിന്നായിരുന്നു രൂപീകരണം. പാണക്കാട് പൂക്കോയത്തങ്ങൾ, ബാഫക്കി തങ്ങൾ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, KP ഉസ്മാൻ സാഹിബ്, കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയ അന്നത്തെ സമസ്തയുടെ പണ്ഡിതന്മാരുടെ പ്രവർത്തനവും പാദസ്പർശവും കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഈ മസ്ജിദ്. അബ്ദുൽ ബാരി ഉസ്താദിന് ശേഷം സമസ്തയുടെ ഉപാധ്യക്ഷ പദവിയിൽ എത്തിയിരുന്ന മർഹൂം CH ഹൈദ്രോസ് ഉസ്താദ് ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും സമസ്തയും ഈ നാടും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ കെട്ടുറപ്പാക്കുകയും ചെയ്തു. 1700-ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മഹല്ലിന്റെ മസ്ജിദ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ മഹല്ലിലെ ജനങ്ങളുടെ സംഭാവനകൾ കൊണ്ടാണ് ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ല് പള്ളിയായി നിർമ്മിക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. സമസ്ത വളർന്ന, സമസ്തയെ വളർത്തിയ നാടെന്ന അഭിമാനത്തോടെ വരും തലമുറയ്ക്ക് ഓർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പള്ളിയായി പൂർത്തീകരിച്ചു തന്ന കൺവീനർ CH തൊയ്യിബ് ഫൈസി അടക്കമുള്ള പുനർനിർമ്മാണ കമ്മിറ്റിക്കും മഹല്ല് ഭാരവാഹികൾക്കും അതിലുപരി മുഴുവൻ മഹല്ല് നിവാസികൾക്കും പുതുപ്പറമ്പ് ഗ്ലോബൽ KMCCയുടെ ദുആയും പ്രാർത്ഥനയും എന്നെന്നും ഉണ്ടാകും. നമ്മുടെ മസ്ജിദിന്റെ ഉദ്ഘാടനം 2016 ജൂൺ 4 ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും മഹല്ല് ഖാദിയുമായ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതരും ആത്മീയ നേതാക്കളും പങ്കെടുക്കുന്നു. ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഏറെ അഭിമാനത്തോടെ പുതുപ്പറമ്പ് ഗ്ലോബൽ KMCC.